അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. സന്തോഷകരമായ കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ ഉയർന്നു കാണുന്നത്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ കൊണ്ടും അള്ളാഹുവിൻ്റെ ത്വാഅത്തുകൾ കൊണ്ടും ദീനിൻ്റെ അധ്യാപനങ്ങൾ പരിശുദ്ധ ഖുർആനും സുന്നത്തും പഠിച്ചുകൊണ്ടും അതിൻ്റെ പരിപാലനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു മുസ്ലിമിനും ഏതൊരു മുഅ്മിനും അവൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പരിപാലനമില്ലാതെ സംരക്ഷണമില്ലാതെ ശത്രുക്കളുടെയും മറ്റും കരങ്ങളാൽ നശിപ്പിക്കപ്പെടുന്നത് സങ്കടമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സ്ഥാപനങ്ങളുടെയും അവൻ്റെ ദീനിലേക്കും അതിൻ്റെ ആളുകളിലേക്കും നേടുന്ന കരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെട്ടിമാറ്റുകയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുമാറാവട്ടെ. എത്ര വലിയ ശക്തരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്, ഏത് വലിയ കുതന്ത്രങ്ങളുമായി വരുന്നവരാണെങ്കിലും സൂറത്തുൽ ഫീലിൽ പരിശുദ്ധമായ കഅബ ശരീഫിനെ തകർക്കാൻ വേണ്ടി വന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട വലിയ ജീവിയായ ആന എന്ന് പറയുന്ന മൃഗത്തിന്റെ സഹായത്തോടുകൂടെ വന്ന ശക്തരായ അഹങ്കാരികളായ ആളുകളെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിലയ്ക്ക് വളരെ ചെറിയ പക്ഷികളെ അയച്ചുകൊണ്ട് നശിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനങ്ങളെ തകർക്കാൻ, അത് നശിപ്പിക്കാൻ, അതിന്റെ വക്താക്കളെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ശക്തികളെ തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. അവന്റെ അടിമകളായ മുസ്ലിമീങ്ങൾ ബലഹീനരാണെങ്കിലും നിസ്സഹായരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയ്യുൻ മതീൻ ജബ്ബാറുൻ ഖഹാറുൻ, ഈ പറയുന്ന ശക്തമായ അള്ളാഹുവിന്റെ കഴിവിന്റെ മേൽ അറിയിക്കുന്ന ഈ അസ്മാഉകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, മഹത്തായ ഈ സദസ്സിൽ വെച്ച് യാ ഖവിയ്യു യാ മതീൻ യാ ജബ്ബാറു യാ ഖഹാർ യാ അദീം اللهم من أرادنا وأراد الإسلام والمسلمين بسوء فأشغله في نفسه واجعل كيده في نحره اللهم عليك بهم فإنهم لا يعجزونك. ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് പരസ്പരം പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കാലത്ത് അദ്ദേഹം എഴുതിയ റിസാല. അത് ബൃഹത്തായ ഒരു ഗ്രന്ഥമൊന്നുമല്ല, ഒരുപാട് വാല്യങ്ങളുമില്ല, വളരെ എണ്ണപ്പെട്ട വാക്കുകൾ മാത്രം. അള്ളാഹുവിന്റെ ദീനിന്റെ സഹായത്തിന് വേണ്ടി ആ അധ്യാപനങ്ങൾ, ആ പ്രകാശം ഈ ലോകത്ത് പരത്താൻ വേണ്ടി ജീവിതം പൂർണ്ണമായി മാറ്റിവെച്ച മഹാനായ പണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ റിസാലയെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പശ്ചാത്തലങ്ങൾ ചുരുങ്ങിയ നിലയ്ക്ക് നമുക്ക് പറയേണ്ടി വരും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മിത്രങ്ങൾക്കോ ശത്രുക്കൾക്കോ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതം, ആ പേര് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ആവേശമായിരുന്നു, അവർക്ക് ആ പേര് പ്രചോദനമായിരുന്നു. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഘട്ടത്തിൽ അദ്ദേഹം സൂഫിയത്തിന്റെ മാർഗത്തിൽ കൂടെ പോകുന്ന ആളായിരുന്നു. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ശരിയായ സലഫി വിശ്വാസത്തിലേക്ക് വരുന്നതും മഹാനായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമായി മാറുന്നത്. ഇബ്നു കസീർ അസ്സഹബി പോലത്തെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ വലിയ പണ്ഡിതന്മാർക്ക് പ്രചോദനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി സലഫി അഖീദയും മൻഹജും പരിചയപ്പെടുത്തിക്കൊണ്ട ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് ഖലീൽ ഹർറാസി എന്ന് പറയുന്ന അശ്അരി തരീഖത്തിന്റെ അശ്അരി വിശ്വാസത്തിന്റെ ഏറ്റവും അറിയപ്പെട്ട അസ്ഹരി പണ്ഡിതനായിരുന്നു. നമ്മൾ മുമ്പ് അദ്ദേഹത്തിന്റെ ചരിത്രം കേട്ടിട്ടുണ്ട്. ഇബ്നു തൈമിയ്യയെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ പോകുകയാണ് മുഹമ്മദ് ഖലീൽ ഹർറാസ്. അശ്അരി വിശ്വാസത്തിലുള്ള സമർത്ഥനായ വലിയ പണ്ഡിതനായിരുന്നു, അസ്ഹറിലുണ്ടായിരുന്നു. അദ്ദേഹം 2 മാസത്തോളം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തപ്പോൾ മുഹമ്മദ് ഖലീൽ ഹർറാസ് റഹ്മത്തുള്ളാഹി അലൈഹി ശരിയായ സലഫിയായി മാറുകയാണ്. മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ വലിയ പ്രചോദനമായി നമുക്ക്. സൗദി അറേബ്യയിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടും
കിട്ടുന്ന സമയത്ത് പണ്ഡിതന്മാരുടെ സദസ്സിൽ പോകുന്ന സമയത്ത് അവിടുത്തെ പണ്ഡിതന്മാർ മുഴുവൻ അവിടുത്തെ സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇബ്നു തൈമിയ്യയെയും ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അവരെ പരിചയപ്പെടുത്തി കൊടുക്കലും അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു കൊടുക്കലും ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിലുള്ള രാജാക്കന്മാർ മലിക് ഫഹദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അബ്ദുറഹ്മാൻ ഖാസിം എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെ ലബനാനിന്റെയും മിസ്റിന്റെയും ഷാമിന്റെയും ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് പറഞ്ഞയച്ച് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച് അദ്ദേഹത്തിന്റെ ഫതാവകളും കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം കഴിച്ചു കൂട്ടി നാടും കൂടും ഒഴിവാക്കിക്കൊണ്ട് ആ പണ്ഡിതൻ അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ആ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഫതാവ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മലിക് ഫഹദിന്റെ അദ്ദേഹത്തിന്റെ സംഭാവന അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയത് നമുക്ക് അറിയാൻ കഴിയും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനോട് സ്നേഹമുള്ള ആളുകൾക്ക് ഒരു ആവേശമാണ്. ശത്രുക്കളുടെ മനം കെടിലം കൊള്ളുന്ന മഹാനായ പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്തും മരണത്തിന്റെ ശേഷവും അദ്ദേഹത്തിന് ധാരാളം മിത്രങ്ങൾ ഉള്ളതുപോലെ തന്നെ കയ്യും കണക്കുമില്ലാത്ത ശത്രുക്കളും ഉണ്ടായിരുന്നു. സൂഫി തരീഖത്തിന്റെ ആളുകൾ, ഇൽമുൽ കലാമിന്റെ ആളുകൾ, യുനാനി തത്വചിന്തയുടെ ആളുകൾ, അതേപോലെ തന്നെ ദീനിനെ നിഷേധിക്കുന്ന നിഷേധികളായ ആളുകൾ, ഇങ്ങനത്തെ വലാലത്തിന്റെ വഴികളിൽ അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തിനെ നിഷേധിക്കുന്ന മുഅ്തസിലികൾ, അശ്അരികൾ, ഈ പറയുന്ന പല ആളുകളും അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുമായിരുന്നു. ഇന്നും അങ്ങനെയാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലശേഷം ലോകത്തുള്ള മുസ്ലിമീങ്ങൾ രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് ഇബ്നു തൈമിയ്യയുടെ മൻഹജിൽ മുന്നേറുന്ന ആളുകൾ, മറ്റൊരു വിഭാഗം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ. യഥാർത്ഥ തൗഹീദ് സുന്നത്തിന്റെ വക്താക്കൾ ഇബ്നു തൈമിയ്യയുടെ പക്ഷത്ത് നിന്ന ആളുകളാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ മാറ്റി നിർത്തിക്കൊണ്ട്, ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇന്ന് ലോകത്തുകാർക്ക് ശരിയായ അഖീദയും ശരിയായ വിശ്വാസവും ആദർശത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല തന്നെ. അങ്ങനത്തെ ഒരു വ്യക്തമായ ശക്തമായ ഒരു മതിലാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന് പല ജാതി ആരോപണങ്ങളും പറഞ്ഞുകൊണ്ട് ശത്രുക്കൾ പല പ്രാവശ്യവും ഭരണാധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടുപോയി തള്ളുകയാണ്. ദിവസങ്ങളും മാസങ്ങളും അദ്ദേഹത്തിന് ജയിലിടുമ്പോൾ ഭരണാധികാരികൾക്ക് സത്യം മനസ്സിലായി. യാതൊരു ഉപാധിയുമില്ലാതെ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടും പേന കൊണ്ടും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്ത വ്യക്തിയാണ്. ഇങ്ങനത്തെ ആദരവ് അവകാശപ്പെടാൻ പണ്ഡിത ലോകത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ശത്രുക്കൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അന്നത്തെ ഭരണാധികാരികൾക്ക് ധൈര്യവും പ്രചോദനവും നൽകിക്കൊണ്ട് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും അന്നുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ ഈ ഭരണാധികാരികളുടെ കീഴിൽ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോവുകയും താത്താരികളെ പോലത്തെ ശക്തരും കരുത്തരുമായ ഇസ്ലാമിക ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം മുസ്ലിം ലോകത്തിൽ നേടിക്കൊടുക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ആ റിസാല അത് വായിക്കുന്നതിന് മുമ്പ് ആ ചെറിയ പശ്ചാത്തലം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ്. وضع ابن تيمية في السجن بعد أن ضاقت به نفوس خصومه. ശത്രുക്കൾക്ക് ഇബ്നു തൈമിയ്യയെ കൊണ്ട് സമാധാനമില്ലാതെ മനസ്സിടുങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ കൊണ്ടുപോയി വെക്കപ്പെടുകയാണ്. الذين عجزوا عن مجاراته في الحجة والبرهان. ഇബ്നു തൈമിയ്യയോട് തെളിവുകളും രേഖകളും കൊടുത്തുകൊണ്ട് മുന്നേറാൻ ശത്രുക്കൾക്ക് കഴിയാതെ വന്നപ്പോൾ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ഭരണാധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടുപോയിടുകയാണ്. لقد كان مفتاح شخصية شيخ الإسلام رحمه الله. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് هو ما قاله العالم الجليل بن فضل الله العمري عن ابن تيمية. മഹാനായ പണ്ഡിതൻ ഇബ്നു ഫضലുല്ലാഹി അൽ-അംരി അദ്ദേഹം പറഞ്ഞു, وكان ابن تيمية لا تأخذه في الحق لومة لائم. സത്യം പറയുന്ന വിഷയത്തിൽ ഇബ്നു തൈമിയ്യ അല്ലാഹുവിനല്ലാതെ മറ്റൊരു സൃഷ്ടിയെയും പേടിക്കലില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകൃതം അതായിരുന്നു. وكان ابن تيمية لا تأخذه في الله في الحق لومة لائم وليس عنده مداهنة. ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി, ആളുകളെ മയക്കിയെടുക്കാൻ വേണ്ടിയുള്ള സംസാരം ഇബ്നു തൈമിയ്യക്ക് അറിയുക തന്നെയില്ലായിരുന്നു. وكان مادحه وذامه في الحق عنده سواء. ഇബ്നു തൈമിയ്യയെ പുകഴ്ത്തി പറയുന്ന ആളുകളും കുറ്റപ്പെടുത്തി പറയുന്ന ആളുകളും അദ്ദേഹത്തിനടുത്ത് ഒരുപോലെയായിരുന്നു.
അദ്ദേഹത്തിന് പറ്റുന്നത് അറിയുന്ന ആളുകൾ നല്ല ഇഷ്ടക്കാരും അടുപ്പക്കാരും. ഇബ്നു തൈമിയ്യയെ വിമർശിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് അകലത്തിൽ പോകുന്ന ഈ ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. അള്ളാഹുവിന്റെ ദീന് പറയുന്ന കാര്യത്തിൽ ഒരാളെയും അദ്ദേഹം ഭയപ്പെടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നന്മകളോ അദ്ദേഹത്തിന്റെ സമ്പത്തോ അദ്ദേഹത്തിന്റെ മറ്റുള്ള വിഭവങ്ങളെ അത് സംരക്ഷിക്കാൻ വേണ്ടി ആളുകളെ പേടിച്ചു ഇവിടെ ഒന്ന് പറയാ അപ്പുറത്ത് മറ്റൊന്ന് പറയാ ഈ ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹം വിശ്വസിച്ച അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട സത്യം അത് തുറന്നു പറയുമായിരുന്നു. അതിൽ അദ്ദേഹത്തിന് യാതൊരു ഇടയാട്ടമോ ചാഞ്ചാട്ടമോ അതല്ലെങ്കിൽ ആളുകളെ സുഖിപ്പിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. ഇബ്നു തൈമിയ്യയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി എതിർക്കാൻ വേണ്ടി ആളുകൾ മുഴുവനും തന്നെ കൂട്ടമടക്കി വന്നാൽ പോലും ഭരണാധികാരികൾ അദ്ദേഹത്തിന് എതിരിൽ തിരിച്ചുവിട്ടാൽ പോലും എന്ത് തന്ത്രങ്ങളും എന്ത് കുതന്ത്രങ്ങളും ഏത് ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിനെതിരായിട്ട് അവർ രചിച്ചാൽ പോലും എന്ത് തന്നെ പ്രചരിപ്പിച്ചാൽ പോലും മനസ്സുറച്ച വ്യക്തിയായിരുന്നു, സത്യം വിളിച്ചു പറയുന്ന ആളുമായിരുന്നു. അന്നത്തെ പ്രമുഖരായ പ്രത്യേകിച്ച് പണ്ഡിത ലോകത്തുള്ള അന്നുള്ള ഏറ്റവും വലിയ ഉലമാക്കൾ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ബഹുഭൂരിഭാഗം ആളുകൾക്ക് പിടിപെട്ട രോഗം എന്താണ് എന്ന് ഒരിക്കൽ ഇബ്നു തൈമിയ്യ തന്നെ വിവരിച്ചു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഏതൊരു വ്യക്തിയാണെങ്കിലും അല്ലാത്ത ഒരാൾ അവൻ പേടിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ എന്തോ ചെറിയ രോഗമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളെ മനസ്സ് ക്ലിയറാണ്, ശുദ്ധമാണെങ്കിൽ അവൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരാളെയും മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടാവുകയില്ല, ഭയപ്പെടുകയില്ല. അന്നുണ്ടായിരുന്ന ബഹുഭൂരിഭാഗം ആളുകളുടെയും സ്ഥിതി അതായിരുന്നു. അവർക്ക് പല നേട്ടങ്ങളും മുതലെടുപ്പുകളും അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടായപ്പോൾ അവർ മറ്റുള്ള പലരെയും പേടിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. ശത്രുക്കൾക്ക് അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് കൂടാൻ കാരണം അതിൽപ്പെട്ട മറ്റൊരു കാരണം സത്യം മൂടിവെക്കുന്ന ആളുകളായിരുന്നു അവർ പലരും. നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് പണ്ഡിത ലോകത്തുള്ള പല ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. സത്യങ്ങൾ അവർക്കറിയാം, പക്ഷെ അവർ പറയൂല. അത് പറഞ്ഞാൽ അവർക്ക് പലതും നഷ്ടപ്പെടും. ഇങ്ങനെയായിരുന്നു ദീനിന്റെ കാര്യത്തിൽ ആളുകളെ തൃപ്തിപ്പെടുത്തുക, അങ്ങനെ പോകുന്ന ആളുകളായിരുന്നു. എൽമുള്ളവരാണ്, നല്ല പാണ്ഡിത്യമുള്ളവരാണ്, സ്ഥാനമാനമുള്ളവരാണ് എന്ന് സാധാരണക്കാരൻ നിസ്സാരവൽക്കരിക്കുന്നവർ. ഇവർ പറയുന്നത് സാധാരണക്കാർ കേട്ടേ മതിയാകൂ. ഇവർ പറയുന്നതാണ് ദീനി എന്നുള്ള ആ മാനസികാവസ്ഥയായിരുന്നു. എന്നാൽ മറുവശത്ത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി കാന സാദിഹൻ ബിൽ ഹഖ്, സത്യം വെട്ടിത്തുറന്ന് പറയുന്ന ആളായിരുന്നു, സത്യം മാത്രം പറയുന്ന ആളായിരുന്നു. സായിൻ ഫി ഹുഖൂഖി ഫുഖറാഇൽ ഖൽഖ്, ദരിദ്രരായ പാവങ്ങളായ മുസ്ലിമീങ്ങളുടെ ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യത്തിൽ ഓടി നടക്കുന്ന ആളായിരുന്നു. ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി, ഹാഫിദുൽ ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഖാല അൽ ഹാഫിദു അൽ ബസ്സാർ, ഹാഫിദുൽ ബസ്സാർ റഹ്മത്തുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ഇബ്നു തൈമിയ്യ ഫീ തലബി റിആസ, നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആരുടെയും പടിവാതിൽക്കൽ ഇബ്നു തൈമിയ്യ ചെന്ന് തിരക്കാൻ പോയിട്ടില്ല. വലാ റുഇയ സായിൻ ഫീ തഹ്സീൻ മുബാഹാത്ത്, അനുവദനീയമായ സമ്പത്തോ സ്ഥാനമാനങ്ങളോ. വലിയ മഹാനായ പണ്ഡിതനാണ്, അദ്ദേഹത്തിന് അതൊക്കെ അനുവദനീയമാണ് താനും, പക്ഷെ അത് നേടാൻ വേണ്ടി ഓടിപ്പോകുന്നതായി കാണപ്പെട്ടിട്ടില്ല. മാ അന്നൽ മുലൂക വൽ ഉമറാ വത്തുജാറ വൽ കുബറ, യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന പല രാജാക്കന്മാരും അമീറന്മാരും വലിയ കച്ചവടക്കാരും സമൂഹത്തിൽ ഉയർന്ന ആളുകളും ഇബ്നു തൈമിയ്യ പറയുന്നത് കേൾക്കാൻ തയ്യാറായ ആളുകളായിരുന്നു. പലരുടെയും സ്ഥിതി അതായിരുന്നു. ഇബ്നു തൈമിയ്യ പറയുന്നതിന് വഴങ്ങുന്നവരും അത് സ്വീകരിക്കാൻ അവർ തയ്യാറായി നിൽക്കുന്നവരായ അദ്ദേഹം പറഞ്ഞത് കേൾക്കാൻ, അദ്ദേഹം പറയുന്നത് സ്വീകരിക്കാൻ. ഈ പറയുന്ന പ്രമുഖരായ രാജാക്കന്മാര്, അമീറന്മാര്, വലിയ കച്ചവടക്കാര്, സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ ഇബ്നു തൈമിയ്യയുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്നേഹം പിടിച്ചു വറ്റാൻ വേണ്ടി കഠിനദാനം ചെയ്യുന്നവരായിരുന്നു.
മുദ്ഹിരീന ലിജ്ലാലി ഇബ്നു തൈമിയയോടുള്ള ആദരവ് പ്രകടമാക്കുന്നവരായിരുന്നു. ഔ അൻ യുഅഹലക കുല്ലം മിൻഹും മിൻ ബദലി മാലി അവരുടെ സമ്പത്തും അവരുടെ അധികാരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇബ്നു തൈമിയയുടെ അടുത്ത് സ്വീകാര്യത ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ശ്രമിക്കുന്നവരുമായിരുന്നു. എന്നാൽ ഹാഫിദുൽ ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഇബ്നു തൈമിയയുടെ എതിർപക്ഷത്തുള്ള ആളുകൾ അദ്ദേഹത്തിനോട് അവർക്ക് ഇത്തരം ശത്രുതയുണ്ടാവാനുള്ള മറ്റൊരു കാരണം അന്ന മഖ്സൂദഹും അൽ അക്ബറു ത്വലബുൽ ജാഹി വൽ റിആസ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഭരണാധികാരിയുടെ അടുത്ത് നേതൃത്വവും സ്ഥാനമാനങ്ങളും ലഭിക്കണം എന്നുള്ളത്, സൃഷ്ടികൾ അവർ പറയുന്നത് കേൾക്കണം എന്നുള്ളത്. വറഅഹു ഖദ് റഫഅഹു ഇലാ ദർവത്തി ഇസ്ലാം എന്നാൽ അല്ലാഹു ഇബ്നു തൈമിയയ്ക്കാണ് ഈ സ്ഥാനത്ത് കൊടുത്തത്. ജനങ്ങളുടെ മനസ്സും മുഖവും കണ്ണുകളും ഇബ്നു തൈമിയയിലേക്കാണ് തിരിച്ചു വച്ചത്. അപ്പൊ ഇതൊക്കെയാണ് അവർക്ക് ശത്രുത ഉണ്ടാകാൻ കാരണം. വലിഅന്നഹും യഅലമൂന അന്നൽ ആമത വൽ ഖാസത തുഹിബ്ബു ഇബ്നു തൈമിയയുടെ ശത്രുക്കൾക്കറിയാം, മറുവശത്തുള്ള ആളുകൾക്കറിയാം, സാധാരണക്കാരും പ്രമുഖരായ ആളുകൾ ഇബ്നു തൈമിയയാണ് സ്നേഹിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അമറു ഇലൽ കദിബി അലൈഹി വഖ്തിലാഫിൽ ബാത്തിലി അലാ ലിസാനിഹി വലബ്സിൽ ഹഖ് ബിൽ ബാത്തിൽ ഇബ്നു തൈമിയയെ കുറിച്ച് ആരോപണങ്ങൾ പടച്ചുവിടാൻ സത്യം അസത്യമാക്കി ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാനും ഇല്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും തുടങ്ങി. ഖുറാഫാത്തിന്റെയും ശിർക്കിന്റെയും ആളുകൾ പ്രത്യേകിച്ച് ഔലിയാക്കളോടുള്ള സ്നേഹം, മരണപ്പെട്ടു പോയ ആളുകളോടുള്ള സ്നേഹം പോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇബ്നു തൈമിയ ഔലിയാക്കളുടെ ശത്രുവാണ്, പ്രവാചകനെ സ്നേഹിക്കാത്ത ആളാണ്, മുൻഗാമികളോട് ഇഷ്ടമില്ലാത്ത ആളുകളാണ്, ഇതുപോലത്തെ ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ ശത്രുപക്ഷത്തുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അവർക്കറിയാം അന്നഹു ആലിമുൻ മുജ്തഹിദ് മഹാപണ്ഡിതനാണ് ഇബ്നു തൈമിയ എന്ന് പറയുന്നത്, ഇജ്തിഹാദിന് കഴിവുള്ള. വിശുദ്ധ ഖുർആനിന്റെ സുന്നത്തിന്റെ രേഖകളിൽ നിന്ന് ശർഈയായ മതവിധികൾ മറ്റുള്ള പണ്ഡിതന്മാരെ അവലംബിക്കാതെ തന്നെ അത് പഠിച്ച് നേടിയെടുത്ത് പറയാൻ പ്രാപ്തനാണ് എന്ന് അവർക്കറിയാം. ആഖിദൻ ബിദ്ദലീലിൽ അഖ്ലി വശർഈ ശർഈയായ ഖുർആൻ സുന്നത്തിന്റെയും ശരിയായ മനുഷ്യബുദ്ധിയുടെ സ്വാധീനത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിവുകൾ സ്വീകരിച്ച് ഫത്വ പറയാൻ കഴിവുള്ള ആളാണ്. ലാ യഖൂലു ബിഹവൻ ലേഹയിച്ചക്കനുസരിച്ച് തോന്നിയതുപോലെ പറയുന്ന ആളല്ല. വലാ യംതിഖു മിൻ തശഹിൻ ഇഷ്ടമുള്ളത് തോന്നുന്നത് പോലെ പറയൂല. വലാ യക്തുമു ഹഖ്ഖൻ യഅ്തഖദഹു വിശ്വസിച്ച സത്യം അദ്ദേഹം മൂടി വെക്കൂല എന്നൊക്കെ ശത്രുക്കൾ കൃത്യമായിട്ട് അറിയുമായിരുന്നു. വലം യകുൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മുസ്തവിജ ശഖ്സിയ വ്യക്തിത്വത്തിൽ ആശയക്കുഴപ്പമുള്ള ആളായിരുന്നില്ല. കുഴഞ്ഞു മറിഞ്ഞ ആശയം, ഒരിക്കൊന്ന് പറയാ പിന്നൊന്ന് മറ്റൊന്ന് പറയും സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. വലാ സാഹിബ മൻഹജൈൻ വലാ വജ്ഹൈൻ ഇരുമുഖത്തിന്റെ ആളായിരുന്നില്ല. ഇവിടെ വരുമ്പോൾ ഒരു മുഖം, അപ്പുറത്ത് പോകുമ്പോൾ മറ്റൊരു മുഖം, ഭരണാധികാരികളുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു മുഖത്തിൽ, സാധാരണക്കാരുടെ മുന്നിൽ ചെല്ലുമ്പോൾ മറ്റൊരു മുഖം. ഈ ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. വലം യകുൻ മിമ്മൻ യസ്തഗിലുൽ ജുംഹൂറ ഹുനാ വഹുനാക് സാധാരണക്കാരായ പൊതുജനങ്ങളെ അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് തിരിക്കാൻ വേണ്ടി ആളുകൾക്ക് ഇഷ്ടമുള്ളത് പറയുന്ന വ്യക്തിയല്ലായിരുന്നു അദ്ദേഹം. വലം യകുൻ യഖൂലു ശൈഅൻ ലിൽ ഖാസത്തി മുഖ്തലിഫൻ അമ്മാ യഖൂലുഹു ലിൽ ആം പൊതുജനങ്ങളോട് പറയുന്നതിന് വിരുദ്ധമായി ഭരണാധികാരികളോട് പറയാം, സാധാരണക്കാരോട് പറയുന്നതിന് എതിരായി പണ്ഡിതന്മാരുടെ മുന്നിൽ ചെന്ന് പറയും. ഈ സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. ബൽകാനൽ ഖൗലു ഇൻദഹു വാഹിദ് ഒരൊറ്റ നിലപാട്, എല്ലാ സ്ഥലത്തും ഒരേ സംസാരമില്ലായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, وما كتبت شيئا من هذا ليكتم عن أحد ولو كان مبغضا ഞാൻ ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടില്ല ആരെങ്കിലും ഒന്ന് കാണാതെക്കാൻ വേണ്ടി. ഇന്നയാൾക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ, ഇന്നവർക്ക് ഇത് കിട്ടാൻ പാടുള്ളൂ, മറ്റുള്ളവർക്ക് കാണരുത്, ശ്രദ്ധിക്കരുത്. ഈ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ഒന്നും എഴുതിയിട്ടല്ല. എനിക്ക് വെറുപ്പുള്ള ആളുകളാണെങ്കിൽ, എന്നോട് ദേഷ്യം വെറുപ്പുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും ചെവിയിലും എത്തണം, എല്ലാവരും കണ്ടുകൊണ്ടും കാണണം. ഈ മാനസികാവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ കാണിക്കാൻ വേണ്ടി പത്തുകൊടുക്കെ, അതല്ലെങ്കിൽ പൊതുജനങ്ങളെ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരുക്കൂട്ടാൻ വേണ്ടിയുള്ള സംസാരങ്ങൾ സംസാരിക്കെ, സൃഷ്ടികളുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ പ്രശംസയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറയേ, ഇതൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. ബൽകാന യഖിഫു ഇൻദൽ ഹഖ് സത്യം എവിടെയാണോ അവിടെ നിൽക്കും. ഖാല ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ അനുഭവം പറയാം. ഇന്നഹു ലയഖിഫു ഖാതിരി ബിൽ മസ്അലതി വശൈഇ അവൽ ഹാല ചിലപ്പോൾ എൻ്റെ മനസ്സ് ഒരു മസ്അലയിലോ, ദീനിയായ മസ്അലയിലോ, ഒരു നിലപാടിലോ, ഒരു കാര്യത്തിലോ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലക്ക് അവിടെ സ്റ്റക്കായി അതിലെന്ത് നിലപാടെടുക്കണം, ആ മസ്അലയിൽ എന്താണ് ശരിയായ വിധി,
അതിൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ 1000 പ്രാവശ്യം ആ ഒരു വിഷയത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ പറയുന്നു. നമ്മളൊക്കെ ഓരോ ദിവസം എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുന്നുണ്ട്? ഒരൽപ്പം കൂടും ചിലപ്പോൾ, അതിലേക്ക് അല്പം കുറയും ചിലപ്പോൾ. കൃത്യമായിട്ട് എണ്ണം പറയല്ല, ഏകദേശം. അങ്ങനെ ഇസ്തിഗ്ഫാർ നിരന്തരം അത് പറയുമ്പോൾ മനസ്സിന് വിശാലത വരും. ഞാൻ അകപ്പെട്ടു പോയ, ഞാൻ തട്ടിമുട്ടി നിൽക്കുന്ന ആ വിഷയത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ അതിലുള്ള വ്യക്തമായ പരിഹാരങ്ങൾ തുറന്നു വരും. വമാകുല്ലിദാനി ഇങ്ങനെയൊക്കെ ആയിരുന്നതിനോടുകൂടെ നിന്നെല്ലാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മിത്രങ്ങൾക്കും ശത്രുക്കൾക്കും അദ്ദേഹത്തിന്റെ വിലയും നിലയും പാണ്ഡിത്യവും അറിയുമെന്നുണ്ടെങ്കിൽ പോലും ശത്രുക്കൾ ഒരു സമാധാനവും അദ്ദേഹത്തിന് കൊടുത്തില്ല. ഷാമിന് കൊടുത്തില്ല, മിസ്റിൽ കൊടുത്തില്ല. എവിടെ പോകുന്നു അവിടെ മുഴുവൻ ശത്രുക്കൾ അദ്ദേഹത്തിന് പിന്തുടർന്നുകൊണ്ടേ. സാധാരണക്കാരായ ആളുകളെ അദ്ദേഹത്തിനെതിരെ അവർ തിരിച്ചുവിട്ടു. ഒരു ഭാഗത്തിൽ കൂടെ യാതൊരു തെളിവും രേഖയുമില്ലാത്ത ഖുറാഫാത്ത്, ഈ പറയുന്ന ശിർക്കിയായ ബിദ്അയായ കാര്യങ്ങൾ. മറ്റൊന്ന് ദേഹ ഇച്ഛയ്ക്കു വേണ്ടി ദീനിനോട് താല്പര്യമില്ലാത്ത തമ്മാടികളായ മറ്റൊരു വിഭാഗം ആളുകൾ ശൈഖുൽ ഇസ്ലാമിന്റെ ശത്രുക്കളായി എല്ലാ സ്ഥലങ്ങളിലും. ഇന്നുള്ള ഖുറാഫികൾ, ഇന്നുള്ള അപരാരാധകര് ജാരദർഗ മരിച്ചുപോയ ആളുകളിലേക്ക് ആവശ്യങ്ങളും സഹായങ്ങൾക്കും വേണ്ടി, പ്രതീക്ഷകൾക്കും വേണ്ടി ഓടിപ്പോകുന്ന ആളുകളെ പോലത്തെ ആ കച്ചവടം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഈ പേരും പറഞ്ഞ് സമ്പത്ത് പിടിച്ചു വലിച്ചു കൊണ്ടുപോരുന്നു. മറ്റുള്ള ആളുകളുടെ മുന്നിൽ പോയി പലജാതി ആരോപണങ്ങളും തുടർന്നുകൊണ്ടു. ഭരണാധികാരികളെ അടുത്ത് ചെന്ന് ഇബ്നു തൈമിയ്യയെ കുറിച്ച് അവർ ആരോപണങ്ങൾ പറഞ്ഞ് ഭരണാധികാരികളുടെ മനസ്സുകൾ മാറ്റി. അസൂയ അദ്ദേഹത്തിനുള്ള സ്ഥാനമാനങ്ങളും പാണ്ഡിത്യത്തിലും അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിലൊക്കെയുള്ള അസൂയ മാത്രമാണ്. ഇബ്നു തൈമിയ്യ ആളുകളെ ഒരു ദുൽമം ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ ഏതാണെങ്കിലും പല സ്ഥലങ്ങളിൽ വെച്ച്, പല സമയങ്ങളിൽ വെച്ച് അദ്ദേഹത്തിന് ജയിലിടാൻ വേണ്ടി അവർ കാരണക്കാരായി. അവർക്കൊരു ജയിലൊന്നും പോലെ ഇബ്നു തൈമിയ്യ അപേക്ഷ അവർ ആഗ്രഹിക്കുന്നത്, അവർ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് കൊന്നുകിട്ടണം. ബാദ അൻ കഫറു, ഇബ്നു തൈമിയ്യയുടെ അഖീദ പഴച്ചതാണ്, വിശ്വാസം പഴച്ച ആളാണ്, കാഫിറാണ്, മുർത്തദ്ദാണ്, ഇയാൾ കൊലക്കുറ്റത്തിന് അർഹരാണ് എന്നാണ് പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിനെ കൊന്നു തീർക്കലാണ് അവർ ആവശ്യം. ഇബ്നു തൈമിയ്യയുടെ രക്തം അതിന് വിലയില്ലാത്തതാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് എതിരിൽ ശത്രുക്കൾ കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു ആരോപണം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന സഹീഹായ ഈ ഹദീസ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു എന്നുള്ളത്. 3 ഭവനങ്ങളിലേക്കല്ലാതെ ആളുകൾ ആരാധനയും ഉദ്ദേശിച്ചുകൊണ്ട് പ്രതിഫലം മോഹിച്ചുകൊണ്ട് യാത്ര പോകാൻ പാടില്ല എന്നുള്ളത്. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ പറയുന്ന 3 ഭവനങ്ങളിലേക്കല്ലാതെ ആരാധന ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസ് പറഞ്ഞു കൊടുത്തു എന്നത്. ഇന്നും തന്നെ ഖബർ സിയാറത്തിന്റെ യാത്രകൾ, ടൂറുകൾ, അതിന്റെ പേരിൽ സാധാരണക്കാരായ ആളുകൾ സമ്പത്തുകൾ ഇത് നേടാൻ വേണ്ടിയിട്ട് ആ കച്ചവടവുമായി മരിച്ച ആളുകൾക്ക് ഖബറുകൾ, മരിക്കാൻ പോകുന്ന ആളുകൾക്ക് ജാറങ്ങളും ദർഗകളും പള്ളികളും ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് നിലയുറപ്പിച്ചു എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു ആരോപണം ഈ വിഷയത്തിൽ. ഔലിയാക്കൾ, അമ്പിയാക്കളെ വെറുക്കുന്ന ആളാണ്, അവരുടെ ശത്രുക്കളാണ്, അവരാദരിക്കാത്ത ആളാണ് ഈ പറയുന്ന പ്രചരണങ്ങൾ. സാധാരണക്കാരായ ആളുകൾ അതിന് ചെവി കൊടുത്തു എന്നത്. പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിടപ്പെട്ടു. പിന്നീട് അവസാനത്തെ ആ ജയിൽവാസം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ തേടി വരികയാണ്. ഡമാസ്കസിലുള്ള, സിറിയയിലുള്ള ഡമാസ്കസിലുള്ള ഖൽഅത്തുസ് സഫർ എന്ന് പറയുന്ന അറിയപ്പെട്ട ആ കോട്ടയിലാണ് അദ്ദേഹത്തിന് അവസാനമായി ജയിലിടപ്പെട്ട് ബന്ദിയാക്കപ്പെട്ടത്. അതിൽ വെച്ചാണ് മഹാനായ ഈ പണ്ഡിതൻ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ പണ്ഡിതൻ വഫാത്താകുന്നത്, മരണപ്പെടുന്നത്. അദ്ദേഹം ജയിലിൽ കടക്കുന്ന സമയത്ത് പോലും
എങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തണം അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തി. കിതാബത്തി ഗ്രന്ഥങ്ങൾ എഴുതാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി ഭരണാധികാരികളിൽ നിന്നുള്ള കൽപ്പനകൾ അവർ വാങ്ങി. ജയിലിൽ വെച്ച് ഗ്രന്ഥങ്ങൾ എഴുതാൻ പാടില്ല, ഇബ്നു തൈമിയ്യയെ തടഞ്ഞുകൊണ്ട്. ലിയംനഉ കലിമത്തൽ ഹഖ്, സത്യത്തിൽ അത് പുറത്തു വരുന്നതിനെ തടയാൻ വേണ്ടി. ഹൈദു സ്വാദബു മിൻഹു അഖ്ലാമഹു വകുതുബ, ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും ഇനി എഴുതാനുള്ള പേനകളും മഷികളും മുഴുവനും അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ടുപോയി. മറ്റുള്ള ഭൗതികമായ ഒരു വിഭവങ്ങളുമില്ല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൽമ്, അതിന്റെ എഴുത്ത്, അതിന്റെ ഗ്രന്ഥങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ അതുപോലും തടഞ്ഞുകൊണ്ട് മുഴുവൻ കൊണ്ടുപോയി. ഹൈസു സ്വാദബു മിൻഹു അഖ്ലാമഹു വകുതുബ, ഗ്രന്ഥങ്ങളും പേനകളും മഷികളും മുഴുവൻ കൊണ്ടുപോയി. വവദഅഹു ഫീ സിൻസാനത്തിൻ മുഗ്ലിമ, വളരെ ചെറിയ ഒരു റൂമിൽ ഏകനായി അദ്ദേഹത്തിനെ അവർ കൊണ്ടുപോയി ബന്ദിയാക്കി. അവർറത്ത് ബിബസരിഹി, കാഴ്ച മങ്ങിയത് കാരണം അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചക്ക് തകരാറ് പിടിപെട്ടു. വകാനത്ത് മുസാദത്തുൽ അഖ്ലാമി വൽ ഔറാഖി അശദ്ദ ഷൈഇൻ അലാ നഫ്സി ഹാദൽ ആലിം, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായ ഒരു അനുഭവമായിരുന്നു ഈ പറയുന്നത്. പഠിക്കാൻ, എഴുതാനും പ്രചരിപ്പിക്കാനും ദീന് അങ്ങനെ ദഅവത്താക്കാൻ കഴിയാതെ. ഫഹറമൂഹു മിൻ കുല്ലി ഷൈഇൻ ഹത്താ മിൻ കിതാബത്തിൽ കലിമ, സത്യം എഴുതിയ ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ പോലും അനുവദിക്കാറ്. ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹത്തിന്റെ റിസാലയിലാണ് ഈ പറയുന്ന ഇബ്നു തൈമിയ്യയുടെ അവസാനത്തെ റിസാലയെ കുറിച്ചുള്ള പരാമർശം കാണുന്നത്. ഫലമ്മാ കാന ഖബല വഫാത്തിഹി ബി അശ്ഹുരിൻ, വഫാത്താകുന്നതിന്റെ കുറച്ച് മാസങ്ങൾ മുമ്പ്, വറദ മർസൂമു സുൽത്താനി, ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നുള്ള കൽപ്പന വന്നു. ബി ഇഖ്റാജി മാ ഇൻദഹു കുല്ല, ഇബ്നു തൈമിയ്യയുടെ കയ്യിൽ ജയിലിലുള്ളത് മുഴുവനും പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഒന്നും അവിടെ ബാക്കി വെക്കരുത്. വലം യബ്ഖ ഇൻദഹു കിതാബുൻ വലാ വറഖത്തുൻ വലാ ദവാത്തുൻ വലാ ഖലം, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളോ ഇനി എഴുതാനുള്ള പേപ്പറുകളോ അതല്ലെങ്കിൽ മഷിയോ പേനയോ ഒന്നും തന്നെ അവിടെ ബാക്കി വെക്കരുത്. وكان بعد ذلك إذا كتب ورقة إلى بعض أصحابه يكتبها بفحم, പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കോ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാർക്കോ എന്തെങ്കിലും അത്യാവശ്യ കാര്യം എഴുതണമെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗവുമില്ല, അങ്ങനെ കരിക്കട്ട കൊണ്ട് അദ്ദേഹം എഴുതുമായിരുന്നു. ശേഷം അതിന്റെ വിശദീകരണം പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു എന്ന്. ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഖദ് റഅയ്തു ഔറാഖൻ ഇദ്ദതൻ ബഅസഹാ ഇലാ അസ്ഹാബിഹി വബഅദുഹാ മക്തൂബൻ ബിഫഹം, അദ്ദേഹത്തിന്റെ കൂട്ടുകാരിലേക്കും ശിഷ്യന്മാരിലേക്കും ആളുകളിലേക്കും അയച്ച ചില ഗ്രന്ഥങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ചിലത് കരിക്കട്ട കൊണ്ട് എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന്. നമ്മളിവിടെ വായിക്കാൻ പോകുന്ന റിസാല ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ജയിലിൽ വെച്ച് എഴുതിയ, അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് എഴുതിയ റിസാല. വഹാദിഹി ആഖിറു റിസാലത്തിൻ കതബഹാ ഇബ്നു തൈമിയ്യ ഖബല വഫാത്തിഹി ബിനഹ്വി ശഹ്രിൻ വനിസ്ഫ്, വഫാത്താകുന്നതിന്റെ 1.5 മാസം മുമ്പാണ് എഴുതിയത്. കതബഹാ ബിൽ ഫഹം, കരിക്കട്ട കൊണ്ടാണ് എഴുതിയത്. ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അടുപ്പിൽ ഉപയോഗിക്കുന്ന കരിക്കട്ട. ലമ്മാ അഖ്റജൂ മിൻഹുൽ അഖ്ലാമ വൽ ഔറാഖ്, അദ്ദേഹത്തിന്റെ പേനയും പേപ്പറുകളും മുഴുവനും അവർ പുറത്തു കൊണ്ടുപോയി. അങ്ങനെ ഇബ്നു തൈമിയ്യക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മറ്റും ജയിലിലേക്ക് അയക്കുന്ന എഴുത്തുകൾ, ആ പറയുന്ന എഴുത്തുകളെ കഴുകിയിട്ട് അതിലുള്ള മഷി കഴുകി ഉണക്കിയതിന്റെ ശേഷം പിന്നീട് അദ്ദേഹം കരിക്കട്ട കൊണ്ട് അതിൽ തിരിച്ചെഴുതി അവരിലേക്ക് അയക്കുമായിരുന്നു. തുമ്മൽ കിതാബത്തി അലൈഹി മറത്തൻ ഉഖ്റ, അതിലുള്ള മഷിയൊക്കെ കഴുകിക്കളഞ്ഞ് ഉണങ്ങിയതിന്റെ ശേഷം രണ്ടാമത് അദ്ദേഹം എഴുതി. ആ പറയുന്ന റിസാലയുടെ ആകത്തുക വഹിയ തുഫീദു ബിൽ ഈമാനി വൽ ഫറഹി ബില്ലാഹി വറിളാ ബിഖദരിഹി വൽ ഉൻസി ബിഖുർബി. ഈ പറയുന്ന റിസാല കേട്ടു നോക്കിയാൽ ആ മനുഷ്യന്റെ മനം നിറഞ്ഞ ഈമാൻ എത്രയായിരുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംതൃപ്തി എത്രയായിരുന്നു, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അദ്ദേഹത്തിനുള്ള തൃപ്തി എത്രയായിരുന്നു, അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിൽ ആ മനുഷ്യന്റെ മനസ്സിന് എന്തില്ലാത്ത ആനന്ദമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വനഹ്നു വൽഹംദുലില്ലാ, ഗ്രന്ഥം തുടങ്ങുന്നത് നമ്മൾ വൽഹംദുലില്ലാഹിൽ ഹംദു, അല്ലാഹുവിനാകുന്ന എല്ലാവിധ സ്തുതിയും വശുക്ർ എല്ലാവിധ നന്ദിയും. ഫീ നിഅമിൻ അദീമത്തിൻ തതസായദു കുല്ല യൗം, ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൽ. ഇബ്നു തൈമിയ്യയുടെ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ജയിലിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിഭവങ്ങളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഇന്ന് ജീവിക്കുന്നത് ഏതൊരു അവസ്ഥയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം പറയാണ് ഫീ നിഅമിൻ അദീമ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം. തതസായദു കുല്ല യൗമിൻ, ഓരോ ദിവസവും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വയുജദ്ദിദുല്ലാഹു തആല മിൻ നിഅമിഹി നിഅമൻ ഉഖ്റ, ഓരോ അനുഗ്രഹങ്ങൾ
അതിന്റെ പുറമെ മറ്റ് അതിലേറെ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. വഫുറൂജുൽ കുതുബ്, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ ജയിലിന്റെ പുറത്തേക്ക് പോയി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമല്ല, ഭരണാധികാരിയുടെ കൽപ്പന പ്രകാരം, ശത്രുക്കളുടെ പ്രേരണ പ്രകാരമാണ് ഗ്രന്ഥങ്ങൾ പോകുന്നത്. അത് ജയിലിന്റെ പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് കാനമിൻ ആവലിന്, അത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ ഗ്രന്ഥങ്ങൾ പോയി എന്നത് അദ്ദേഹം വിശദീകരിക്കാൻ എന്തുകൊണ്ടാണ് അത് അനുഗ്രഹമായി. ഈ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണമെന്നുള്ളൊരു അത്യാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമ്മൾ എഴുതിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണണം, വായിച്ച് മനസ്സിലാക്കണമെന്ന് കരുതി. എന്ന് പറയുന്ന ആ കിതാബ് പുറത്തു പോകൽ ശത്രുക്കൾ വെറുത്ത കാര്യമാണ്. ഇഫ്നാഇയ എന്ന് പറയുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് മാലിക്കി മദ്ഹബിലെ അറിയപ്പെട്ടിരുന്ന തഖിയുദ്ദീൻ അൽ അഫ്നാഇ എന്ന് പറയുന്ന മിസ്രിലുണ്ടായിരുന്ന മാലിക്കി മദ്ഹബുകാരുടെ ഖാദിൽ ഖുദാ, ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ഏറ്റവും വലിയ ജഡ്ജിയായിട്ടുള്ള ആളായിരുന്നു. ആ മനുഷ്യന്റെ യഥാർത്ഥ പേര് തഖിയുദ്ദീൻ അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ അബീ ബക്കർ ബിൻ ഈസ ബിൻ ബദ്റാൻ അസ്സാദി അൽ മസ്രി അൽ അഫ്നാഇ. ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച ഖുറാഫിയായ സൂഫിയായ ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും ആളുകളെ പ്രചരിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ ഈ ഖബറാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗ്രന്ഥത്തിന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ശക്തമായ ഒരു ഖണ്ഡനം എഴുതിയിരുന്നു. പക്ഷെ ആ ഖണ്ഡനം ജയിലിന്റെ പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ അനുയായികളും ശത്രുക്കളും ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇബ്നു തൈമിയ്യയുടെ ഈ ഖണ്ഡനം വന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മനുഷ്യന്റെ ഈ ശിർക്ക്, ഈ കുഫർ, ഈ പറയുന്ന വലാലത്ത് ആളുകൾ സ്വീകരിക്കുക, ഇബ്നു തൈമിയ്യ പറയുന്നത് കേൾക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ ഭരണാധികാരിയുടെ കൽപ്പന വന്നത് കാരണം ആ പറയുന്ന വിമർശനം എഴുതിയ ഇഫ്നാഇയ എന്ന് പറയുന്ന ആ പറയുന്ന ഗ്രന്ഥം അടക്കം പുറത്തേക്ക് പോയി. അപ്പൊ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആ ഗ്രന്ഥം ജയിലിന്റെ പുറത്തേക്ക് പോയി എന്നുള്ളത് വല്ലാത്തൊരു അനുഗ്രഹമാണത്, അള്ളാഹുവിന്റെ ഒമ്പിച്ച ഒരു നിയമത്താണ്. അങ്ങനെ അദ്ദേഹത്തിനുള്ള ശത്രുത കാരണം ഭരണാധികാരിയുടെ കൽപ്പന പ്രകാരം സകല ഗ്രന്ഥങ്ങൾ പോയി, അതിന്റെ കൂട്ടത്തിൽ ഇതും പുറത്തേക്ക് പോയി. അതുകൊണ്ട് ശത്രുപക്ഷത്തുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഗ്രന്ഥത്തിലുള്ളത് എന്താണെന്നുള്ളത് അവർ നോക്കിയേ മതിയാകും, അവരെ കണ്ണിലത് തട്ടും. ഈ പറയുന്നത് കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച ആ സന്ദേശം മിനൽ ഹുദാ വ ദീനിൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു അയച്ചു. ശത്രുക്കൾ കാണാൻ കേൾക്കാൻ ഇഷ്ടമില്ല എങ്കിൽ പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ ദീനിനെ അത് വിജയിപ്പിച്ച് അവരുടെ ചെവിയിലും കണ്ണുകളിലും ഇതിൽ എത്തിക്കുക എന്ന് പറയുന്നത് അതവിടെ സംഭവിച്ചത്. ഈ പറയുന്ന ഖുറാഫികളുടെ സൂഫി കുബൂരികളുടെ ഈ വിഷയങ്ങൾ ബഹുഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. അമ്പിയാക്കൾ ഔലിയാക്കൾ സ്നേഹിക്കാണ്, അവരുടെ മഹബത്താണ്, സ്വാലിഹീങ്ങളുടെ ഇഷ്ടമാണ്, ശഫാഅത്ത്, ഈ കാര്യങ്ങളാണ് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത്. പല ആളുകൾക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ പുറത്തേക്ക് പോയി അത് ജനങ്ങളുടെ മുന്നിൽ അത് വെളിവായാൽ സത്യം അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സന്മാർഗത്തിൽ ഹിദായത്തിന് വഴിയാകും, അവർ അല്ലാഹു സന്മാർഗത്തിലേക്ക് ചേർക്കും. ഇനി സത്യം അന്വേഷിക്കാത്ത ആളാണ്, ഈ പറയുന്ന ഹക്ക് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ തെളിവാക്കി കിട്ടിയാലോ, രേഖ അവരുടെ മുന്നിൽ വന്നില്ലേ, ഇനി അവർ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അവരാണ്. തുടർന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ എനിക്ക് അയച്ച കത്തുകളും മറുപടികളുമായ ആ പേപ്പറുകളിലെ അതൊക്കെ കഴുകപ്പെട്ടു. ഞാൻ വളരെ ആരോഗ്യവാനാണ്. എന്റെ രണ്ട് കണ്ണും പൂർണ്ണ ആരോഗ്യത്തിലാണ്, മുമ്പുള്ളതിലേറെ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് പ്രയാസമുണ്ട്, പക്ഷേ മുമ്പുള്ളതിലേറെ ഇപ്പോഴും അത് നല്ല അവസ്ഥയിലാണ്, എനിക്ക് കാഴ്ചയുണ്ട്. കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹത്തിലാണ് നമ്മളിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കുല്ലു മാ യഖ്ദീഹി അല്ലാഹു തആല ഫീഹി ഖൈറു വറഹ്മത്തു വൽ ഹിക്മ. ഒരു മുഅ്മിനായ മനുഷ്യനെ, ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ തീരുമാനിക്കുന്നു അതിൽ മുഴുവനും നന്മയുണ്ട്. അത് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, അല്ലാഹുവിന് വ്യക്തമായ നിലപാടും കാഴ്ചപ്പാടുമുണ്ട്. ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ.
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജയിൽവാസത്തിലും അതിന്റെ ശേഷവുമുള്ള അനുഭവത്തിൽ പറഞ്ഞ വാക്ക്, ഇന്ന റബ്ബി ലതീഫുൻ ബിമാ യശാ, എന്റെ റബ്ബ് അവൻ എന്താണോ ഉദ്ദേശിച്ചു അത് വളരെ കൃത്യമായി അറിയുന്നവനും അത് നിർവഹിക്കുന്നവനും പൂർത്തീകരിക്കുന്നവനും. ഇന്നഹു ഹുവൽ ഖവി, നിശ്ചയം അല്ലാഹു ശക്തനാണ് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ. അൽ അസീസ്, അള്ളാഹുവിനെ പരാജയപ്പെട്ട് തോൽപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയാണ്. അൽ അലീമുൽ ഹകീം, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്, വ്യക്തമായ നിലപാടും ഹിക്മത്തുമുള്ളവനാണ് എന്ന്. വലാ യദ്ഖുലു അലാ അഹദിൻ ദററുൻ ഇല്ലാ മിൻ ദുനൂബ്, ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ദുരിതോ അവന്റെ ജീവിതത്തിലോ അവന്റെ കുടുംബത്തിലോ സമ്പത്തിലോ ശരീരത്തിലോ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അത് അവന്റെ പാപങ്ങൾ കാരണമാണ്. നമുക്ക് പാഠമായി കൊണ്ടുള്ള മഹത്തായ ഉപദേശം, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിപത്തോ ദുരിതോ വരുന്നുണ്ടെങ്കിൽ അത് അവന്റെ പാപത്തിൽ കൂടെ അല്ലാതെ മറ്റൊന്നുമില്ല. മാ അസാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ്, അനുഗ്രഹങ്ങളും നിഅമത്തുകളും എനിക്ക് പിടിപെട്ടാലും അത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സി, എന്തെങ്കിലും ദുരിതോ ബുദ്ധിമുട്ടോ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ശരീരത്തിന്റെ നിന്റെ പ്രവർത്തനത്തിന്റെ തിക്തഫലമാണ്. ഫൽ അബ്ദു അലൈഹി, അതുകൊണ്ട് ഒരു അടിമ അവന് നിർബന്ധമായ കാര്യം അൻ യശ്കുറല്ലാഹ വയഹ്മദഹു ദായിമൻ അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും അല്ലാഹുവിനെ സ്തുതിക്കുകയും അവനോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. വയസ്തഗ്ഫിറ മിൻ ദുനൂബിഹി, അവന്റെ പാപങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് അവൻ പൊറുക്കലിനെ തേടുക എന്നുള്ളതാണ്. അടിമകളാവുന്ന നമുക്ക് സദാസമയത്തും നിർബന്ധമായ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും കടമകളും ഇതാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിനോട് നന്ദി ചെയ്യുക. അനുഗ്രഹങ്ങളും നിഅമത്തുകളും ഉണ്ടാകുമ്പോൾ, പാപങ്ങളും ദുരിതങ്ങളും വിപത്തുകളും ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുകയും അള്ളാഹുവിനോട് പാപങ്ങളെ കുറിച്ച് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരിക്കും പല ദുരിതങ്ങളും നമുക്ക് പിടിപെടുന്നത്. അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നതിനനുസരിച്ച് ലഭിച്ച അനുഗ്രഹങ്ങൾ നിലനിൽക്കുകയും അതിന്റെ പുറമെ അള്ളാഹുവിന്റെ ഔദാര്യം പതിലുകൊണ്ട് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കൂട്ടിത്തരുകയും ചെയ്യും. അള്ളാഹുവിനോട് ചെയ്തു പോയ പറ്റിപ്പോയ പാപങ്ങൾക്ക് ഒരാൾ പൊറുക്കലിനെ തേടുമ്പോൾ നമുക്ക് പിടിപെട്ട വിപത്തുകളെ അള്ളാഹു മാറ്റിത്തരും. വരാനിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷണം അള്ളാഹു നൽകുകയും ചെയ്യും. ولا يقضي الله للمؤمن قضاء إلا كان خيرا له, മുഅ്മിനായ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന ഒന്നും തന്നെ അതവന് നന്മയായിട്ടല്ലാതെ ഭവിക്കുകയില്ല. ഇൻ അസാബതുഹു സറാഉ ശകർ, സന്തോഷകരമായ കാര്യങ്ങൾ പിടിപെടുമ്പോൾ നന്ദി ചെയ്യും. വഇൻ അസാബതുഹു ضراء സബർ, ദുരിതങ്ങളും വിപത്തുകളും പിടിപെടുമ്പോൾ ക്ഷമിക്കുക. ഫകാന ഖൈറൻ ലഹു, അല്ലാഹു തീരുമാനിച്ചത് ഇതാണെങ്കിലും മറിച്ചാണെങ്കിലും അതവന് നല്ലതായിട്ട് ഭവിക്കും. ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൈമിയ്യയുടെ ഈ അവസാനത്തെ ഈ റിസാല, ഈ പറയുന്ന സന്ദേശത്തിന് അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, വഹാദിഹിൽ വറഖത്തു കതബഹ ശൈഖു വഅർസലഹ, ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥം എഴുതി ഇത് അയച്ചത് بعد خروج الكتب من عنده بأكثر من 3 أشهر في شهر شوال قبل وفاته بنحو شهر ونصف. അദ്ദേഹം വഫാത്താകുന്നതിന്റെ മുമ്പ് ശവ്വാൽ മാസത്തിൽ ഇതിന്റെ 3 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിരുന്നു. അങ്ങനത്തെ ഈ നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹം മുമ്പ് വിവരിച്ചതുപോലെയുള്ള അവസ്ഥയിലുള്ള പേപ്പറുകളിലാണ് എഴുതിയത്. വലമ്മാ ഉഖ്രിജ മാ ഇൻദഹു മിൻ കുതുബി വൽ ഔറാഖ്, ഗ്രന്ഥങ്ങളും പേനയും പേപ്പറുകളും മുഴുവനും എഴുതാനുള്ള സാമഗ്രികൾ മുഴുവനും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ അഖ്ബല ശൈഖു അൽ ഇബാദത്തി വത്തിലാവത്തി വത്തദക്കുരി വത്തഹജ്ജുദി ഹത്താ അതാഹുൽ യഖീൻ, പിന്നീട് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ആ സമയങ്ങൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലായിരുന്നു. അതേപോലെ തന്നെ ഫർദും സുന്നത്തുമായ രാത്രിയും പകലുമുള്ള ധാരാളം നിസ്കാരങ്ങളും ഇബാദത്തിലുമായി വത്തദക്കുരി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും ജീവിത മരണത്തിലുമുള്ള കാര്യങ്ങളിൽ ഉറ്റാലോചിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ വത്തഹജ്ജുദി, രാത്രി നമസ്കാരങ്ങൾ ഹത്താ അതാഹുൽ യഖീൻ, മരണം വരുന്നത് വരെ ഇങ്ങനത്തെ അവസ്ഥയിലാണ് അദ്ദേഹം പറയുന്ന ജയിലിൽ കോട്ടയിൽ കഴിച്ചുകൂട്ടിയത്. വഖതമൽ ഖുർആന മുദ്ദത ഇഖാമതിഹി ബിൽ ഖൽഅ, ഈ പറയുന്ന ദമാസ്കസ് സിറിയയിലുണ്ടായിരുന്ന ഖൽഅത്തുസ് സഫർ എന്ന് പറയുന്ന കോട്ടയിൽ ജയിലിൽ കഴിച്ചുകൂട്ടിയ കാലഘട്ടത്തിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർത്തത് 80 ഔ 81 ഖത്മ, 80 അതല്ല 81 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർത്തു.
انتهى في آخر ختمة إلى آخر اقتربت الساعة. സൂറത്തുൽ ഖമറിലുള്ള അതിന്റെ അവസാനത്തെ 2 ആയത്തുകൾ അവിടെയാണ് അദ്ദേഹത്തിന്റെ പാരായണം അവസാനിക്കുന്നത്. അതോടുകൂടിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് പറയുന്ന സൂറത്തുൽ ഖമറിലുള്ള അവസാനത്തെ ഈ 2 ആയത്ത്. നിശ്ചയം അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായ അവന്റെ അടിമകൾ ഫീ ജന്നാത്തിൻ വനഹർ, പലജാതി തോട്ടങ്ങളും അതേപോലെ തന്നെ വിശാലമായ നദികളിലാണ്. ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലാഹുവിന്റെ ഫീ മഖ്അദി സിദ്ഖിൻ ഫീ ദാരി കറാമത്തില്ലാഹി വറിദ്വാനിഹി വഫദ്ലി. അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ, അവന്റെ തൃപ്തിയുടെ, അവന്റെ ബഹുമാന ആദരവിന്റെ ഭവനത്തിലാണ്. വംതിനാനിഹി വജൂദിഹി വഇഹ്സാനിഹി, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങളും നിഅമത്തുകളും കയ്യും കണക്കുമില്ലാത്ത. ഇൻദ മലീകിൻ മുഖ്തദിർ, ശക്തനായ മഹാനായ ഉന്നതനായ അല്ലാഹുവിന്റെ സാമീപ്യത്തിൽ. ഇൻദൽ മലിക്കിൽ അദീം അൽ ഖാലിഖ് ലിൽ അഷ്യാഇ കുല്ലിഹാ വമുഖദ്ദിരിഹാ, മഹാനായ ഉന്നതനായ അല്ലാഹുവിന്റെ സാമീപ്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അൽ മുഖ്സിഖൂന ഇൻദല്ലാഹി യൗമൽ ഖിയാമ അലാ മനാബിറ മിൻ നൂർ. നീതിമാന്മാരായ ആളുകൾ, തൗഹീദും സുന്നത്തുമായ അല്ലാഹുവിന്റെ ഹക്കുകളും സൃഷ്ടികളുടെ ഹക്കുകളും കൃത്യമായി പാലിക്കുന്ന, യാതൊരു ദുൽമും അനീതിയും ചെയ്യാത്ത നീതിമാന്മാരായ ആളുകൾ ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലെ അല്ലാഹുവിന്റെ സാമീപ്യത്തിൽ അലാ മനാബിറ മിൻ നൂർ, പ്രകാശത്തിനാലുള്ള മെമ്പറുകളുടെ മേലായിരിക്കും, സ്റ്റേജുകൾ അവിടെയായിരിക്കും അവരുടെ സ്ഥാനം. അൻ യമീനി റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ വലഭാഗത്ത്. വകിൽതാ യദൈഹി യമീനുൻ, അല്ലാഹുവിന്റെ 2 കരങ്ങളും യമീനാണ്, മുബാറക്കാണ്. അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലിഹിം വമാ വല്ലൂ, അവർ നടപ്പാക്കുന്ന വിധികളിൽ, കുടുംബങ്ങളിൽ അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ. ചുരുക്കത്തിൽ അല്ലാഹുവിനുള്ള ഹക്കുകൾ, സൃഷ്ടികളോടുള്ള ഹക്കുകൾ, ഇതിലൊന്നും യാതൊരു ഏറ്റക്കുറച്ചിലും വരുത്താതെ നീതിയുക്തമായി ചെയ്യുന്ന അടിമകൾ അവർ അല്ലാഹുവിന്റെ സാമീപ്യത്തിൽ ബഹുമാന ആദരവോടുകൂടിയുള്ള സ്റ്റേജുകളിലെ മിമ്പറുകളിലായിരിക്കുമെന്ന് ഹദീസിലുണ്ട്. ഈ പറയുന്ന മഹത്തായ ആയത്ത് 2 പാരായണം ചെയ്ത് അവസാനിക്കുന്ന സമയത്താണ് മഹാനായ ആ പണ്ഡിതന്റെ റൂഹ് അല്ലാഹുവിലേക്ക് മടങ്ങുന്നത്. ബഹുമാന ആദരണീയനായ സ്ഥിതിയിൽ ഈ ലോകത്ത് പരിതാപകരമായ പ്രയാസകരമായ സാഹചര്യത്തിൽ മാത ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഫഖീറൻ മഹ്റൂമൻ മിൻ അഅസ്സി മാ യുഹിബ്ബുഹു, അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് ദരിദ്രനായി, ഭൗതികമായ ഒരു വിഭവങ്ങളുമില്ലാതെ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങളും പേനയും അതിന്റെ രചനയുമാകുന്ന ഇഷ്ടപ്പെട്ട കാര്യം പോലും തടയപ്പെട്ട ആളായി. എത്രത്തോളം കരിക്കട്ടുകൊണ്ട് എഴുതാൻ അദ്ദേഹത്തിന്റെ ആളുകൾ ശിഷ്യന്മാരയച്ച കത്തുകളെ എഴുതി വൃത്തിയാക്കി വീണ്ടും അത് 2ാമതി അവരിലേക്ക് അയക്കാൻ, ഇങ്ങനത്തെ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ആത്മാവിനെ പ്രയാസപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ മറുപക്ഷത്തുള്ള ആളുകൾ, എതിർപക്ഷത്തുള്ള ആളുകൾ. പക്ഷേ ഇബ്നു തൈമിയ്യ ആരാണ് എന്ന്, അദ്ദേഹത്തിന്റെ രീതി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അവിടെയും കഴിഞ്ഞില്ല. അവർക്ക് പിടിപെട്ടു. അറാദു അയ്യഖുദു ദുനിയാമിൻ, ഇബ്നു തൈമിയ്യയുടെ ദുനിയാവ്, ഭൗതികം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങാനാണ് അവർ ഉദ്ദേശിച്ചത്. യദുന്നൂന അന്നഹു യജുഉ ലി അജ്ലിഹ, അത് പോയാൽ അദ്ദേഹം പ്രയാസപ്പെടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫതറകഹും ഇബ്നു തൈമിയ്യ വദുനിയാഹും ലഹും, അവരെയും ശത്രുപക്ഷത്തുള്ള ആളുകളെയും അവരുടെ ദുനിയാവും അവർക്ക് വേണ്ടി ഒഴിച്ചു കൊടുത്തു. വഅഖബല അലാ കിതാബി റബ്ബിഹി ലിയർവി അത്ശഹു, ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ദാഹം മാറ്റാൻ, അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ തീർക്കാൻ പരിശുദ്ധമായ ഖുർആനിലേക്ക് തിരിഞ്ഞു. ജീവിതത്തിന്റെ അവസാനത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തിന് കാണിച്ച ആ ഒരു കെണി, അത് മഹാനായ പണ്ഡിതനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിഅമത്തും അനുഗ്രഹവും ഏറ്റവും നല്ല പര്യവസാനത്തിൽ കലാശിക്കുന്നതിനൊക്കെ തീർന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് പറയുന്ന മഹത്തായി വചനങ്ങൾ, ഈ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മഹാനായ ആ പണ്ഡിതൻ തിരിഞ്ഞുപോയി. ഒരിക്കൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാദാ യസ്നഉ അഅദാഇ ബി, എന്റെ ശത്രുക്കൾ എന്നെ എന്ത് ചെയ്യാനാണ്? അന ജന്നത്തി വ ബുസ്താനി ഫീ സദരി, പല പ്രാവശ്യം ഉപദ്രവിച്ചു
ആക്രമിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ട് പല ജാതി കഷ്ടപ്പെടുത്തൽ വരുത്തിയ സമയത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ്, ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? എന്റെ സ്വർഗവും എന്റെ തോട്ടങ്ങളും അത് എന്റെ ഹൃദയത്തിലാണ്. അള്ളാഹുമായുള്ള ബന്ധവും ഈമാനികമായ ആദർശവും അള്ളാഹുമായുള്ള ആ സ്നേഹവും അള്ളാഹുവിനുള്ള മഹബത്തും അള്ളാഹുവിനുള്ള ആദരവും അള്ളാഹുമായുള്ള ആ സംഭാഷണങ്ങളും അത് എന്റെ മനസ്സിൽ യഥാർത്ഥ സമയമുണ്ട്. അതിനവസ്തുപരിയമായി ഞാൻ എവിടെ പോയാലും അതൊക്കെ എന്റെ കൂടെയുണ്ട്. തുപ്പാരിക്കുറി എന്നെ വിട്ടുവരികയില്ല. ആളുകൾ എന്നെ ജയിലിൽ കൊണ്ടുപോയി ഒറ്റക്കിട്ടു എന്നുണ്ടെങ്കിൽ അള്ളാഹുമായി എനിക്കുള്ള ഏകാഗ്രതക്കുള്ള അവസരമാണ്. എനിക്കത് നല്ലതാണ്. വഹത്തിനി ഷഹാദത്തും ശത്രുക്കളിൽ നീ എന്നെ കൊന്നു എന്നുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണ്. എന്റെ നാട്ടിൽ നിന്ന് ആളുകൾ എന്നെ പുറത്താക്കി എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭൂമിയുള്ള ഒരു സഞ്ചാരമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അള്ളാഹുവിന്റെ ഈ ലോകത്തുള്ള ദൃഷ്ടാന്തങ്ങളും ആയാത്തുകളും അത് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാനത് കാണുന്നുള്ളൂ. അഹ്മദ് ഇബ്നു ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ഒരു എഴുത്ത് കൊടുത്തയച്ചു. ആ സമയത്ത് അദ്ദേഹം പറയാണ്, വല്ലാഹ് ഇൻഷാ അല്ലാഹ് لا يقيمن الله سبحانه لنصر هذا الكلام ونشره وتدبيره وتفهمه واستخراج مقاصده. الله سبحانه إن شاء الله അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാക്കുകൾ അതിനെ സഹായിക്കാൻ ഇന്ന് ശത്രുക്കൾ ധാരാളമുണ്ടെങ്കിലും അദ്ദേഹത്തിന് എഴുതാനും പറയാനും അനുവദിക്കാത്ത നിലയ്ക്ക് അവർ അദ്ദേഹത്തിനെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മഹത്തായ ഈ വചനങ്ങൾ സഹായിക്കാൻ, ഇത് പ്രചരിപ്പിക്കാൻ, ഇത് രേഖപ്പെടുത്താൻ, ഇത് മനസ്സിലാക്കാൻ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റിജാലൻ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തുക തന്നെ ചെയ്യും. ഇത് കേൾക്കാനും പഠിക്കാനും ഇത് പ്രചരിപ്പിക്കാനും ഇത് പിന്തുടരാനും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പറ്റുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ ആളുകളും അവർ ഇന്ന് അവരുടെ പിതാക്കന്മാരുടെ മുതുകിലാണ്. എന്നാൽ പോലും മഹാനായ ഈ അഹ്മദ് ഇബ്നു ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ പ്രവചനം, അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ വാക്ക് അത് പുലർന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അറിയാത്ത ലോകത്തുള്ള മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ, ശത്രുക്കളായ ആളുകൾ പോലും ഇന്ന് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ, അച്ചടിക്കപ്പെട്ടതും അല്ലാത്തതുമായ ഗ്രന്ഥങ്ങൾ ലോകത്തുള്ള ഗ്രന്ഥാലയങ്ങളിൽ നിന്ന് എടുത്ത് പരിശോധിച്ച് പാരായണം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം വരെ. സമ്പന്നരായ സൗദി അറേബ്യ പോലത്തെ തൗഹീദിന്റെ രാജ്യങ്ങളും ഭരണാധികാരികളും അതിന് അള്ളാഹു അവർക്ക് കൊടുത്ത സമ്പത്തുകളും സ്വാധീനങ്ങളും അധികാരങ്ങളും ഉപയോഗപ്പെടുത്തി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. പണ്ഡിതന്മാരത് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മഹാനായ പണ്ഡിതനുള്ള സഹായികൾ അതിനുള്ള സഹായത്തിനു വേണ്ടിയുള്ള ആളുകളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വഹാദിഹി ഹിയ സുന്നത്തുല്ലാഹി അൽജാരിയ ഫീ ഇബാദിഹി വബിലാദിഹി. അള്ളാഹുവിന്റെ രീതി ഇത് തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്തൊരു പക്ഷേ നമുക്ക് വേണ്ടതുപോലെ അംഗീകാരവും ആളുകളുടെ വൃത്തിയും ആളുകളുടെ പരിഗണനയും ലഭിച്ചില്ല എന്ന് കരുതി അള്ളാഹുവിന്റെ ദീനിൽ മുന്നേറുന്ന മനുഷ്യൻ ഒരിക്കലും നിരാശപ്പെടരുത്. അള്ളാഹുവിന് അവന്റെ അടിമകളിൽ അവന്റെ തീരുമാനങ്ങളിൽ ചില ചുറ്റവട്ടങ്ങളുണ്ടാകും. അള്ളാഹു അവന്റെ വജുദ്ദേശിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായി അതിനുള്ള പ്രതിഫലങ്ങൾ ഈ ലോകത്തും പരലോകത്തും നൽകുകയും ചെയ്യും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹയ്യ അലാ സ്വലാത്ത് ഹയ്യ
حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله قال ابن تيمية رحمه الله عن خصومه ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ എതിർ കക്ഷികളെ കുറിച്ച് മറുചേരിയുള്ള ആളുകളെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞു أنا أحب لهم أن ينالوا من اللذة من اللذة والسرور والنعيم ما تقر به أعينهم എൻ്റെ എതിർപക്ഷത്തുള്ള ആളുകൾ എന്നെ വിമർശിച്ച് ആക്ഷേപിച്ച് ഉപദ്രവിച്ച് അവരെ മനസ്സ് സമാധാനിക്കുന്ന കൺകുളർമയാകുന്നത് അവർക്ക് ലഭിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ കിട്ടിക്കോട്ടെ, എന്നെ വിമർശിച്ചിട്ട് എന്നെ എതിർത്തിട്ട് പ്രയാസപ്പെടുത്തിയിട്ട് അവർക്ക് അതിലുള്ള ആനന്ദം അവർ ലഭിക്കട്ടെ. പക്ഷേ وأن يفتح لهم من معرفة الله وطاعته والجهاد في سبيله ما يصلون به إلى أعلى الدرجات. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി ചെന്നറിഞ്ഞ് അള്ളാഹുവിനെ താഴ്ത്തി ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് ഉന്നതമായ സ്വർഗീയ പദവികൾ അവർക്ക് ലഭിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നെ വിമർശിച്ചു എന്ന് കരുതി എനിക്കൊന്നുമില്ല, അതിൽ അവർക്ക് ലഭിച്ചോട്ടെ. എന്നെ വിമർശിക്കുന്നതിന് അവർക്ക് നേടിക്കോട്ടെ, എനിക്കതിന് വിരോധമല്ല. പക്ഷേ അവർ ശരിക്കും അള്ളാഹുവിന്റെ ദീൻ അറിയണം, അള്ളാഹുവിനെ കുറിച്ച് അറിയണം, അള്ളാഹുവിനെ താഴ്ത്തി ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അവർക്ക് സ്വർഗത്തിലുള്ള വലിയ ഉന്നതമായ പദവികൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാ മുസ്ലിമീങ്ങൾക്കും നന്മ ലഭിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എനിക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നു ആ നന്മ ഞാൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണ്. ഖാദി ഇബ്നു മഖ്ലൂഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറുചേരിയിലുണ്ടായിരുന്ന എതിർപക്ഷത്തിലുണ്ടായിരുന്ന വലിയ ഒരു പണ്ഡിതനായിരുന്നു. ഗവൺമെന്റിലും ഭരണാധികാരികളുടെ അടുത്ത് വലിയ സ്വാധീനമുള്ള ആളായിരുന്നു. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മതവിധികൾ അദ്ദേഹത്തിന് എതിരായി പുറപ്പെടുവിച്ച ആളാണ് ഇബ്നു മഖ്ലൂഫ്, അറിയപ്പെട്ട ആൾ. ആ മനുഷ്യൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഭരണാധികാരികൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ കൊണ്ടുപോയിടാൻ കാരണക്കാരായ ആളുകളെ ഓരോ ആളുകളെ പിടികൂടാൻ രാജകീയമായ കൽപ്പന പുറപ്പെടുവിപ്പിച്ചപ്പോൾ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. എനിക്കാരോട് പരിഭവമില്ല, എന്റെ കാരണത്താൽ നിങ്ങൾ ആരെയും പിടിച്ചു ശിക്ഷിക്കുമാറ എന്ന് ഭരണാധികാരികളോട് കൃത്യമായിട്ട് പറഞ്ഞു. ആ സംഭവം പറഞ്ഞുകൊണ്ട് ഇബ്നു മഖ്ലൂഫ് പറയാണ്, മാ റഅയ്തു കരീമൻ വാസിഅ സദ്ർ, ഇത്ര മാന്യനായ മനസ്സിൽ വിശാലതയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേയില്ല. മിസ്ല ഇബ്നു തൈമിയ്യയെ പോലെ. അദ്ദേഹത്തിന് എതിരായിക്കൊണ്ട് ഭരണകൂടത്തെ ഞങ്ങൾ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താൻ ഞങ്ങൾ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തി. അദ്ദേഹത്തിന് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മാപ്പ് നൽകുക എന്നുള്ളതാണ് അദ്ദേഹം തീരുമാനിച്ചത്, അതാ തെരഞ്ഞെടുത്തത്. എന്ന് മാത്രമല്ല, ഭരണാധികാരികളോട് കൃത്യമായിട്ട് പറഞ്ഞു, അവർ പാവങ്ങളാണ്, നിരപരാധികളാണ്, അവർ ഉപദ്രവിക്കരുത്, അവരെ പിടികൂടരുത്, അവരെ കഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ നിന്നു. ഹറദന അലൈഹി, അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ ആക്രമിക്കാൻ ഞങ്ങൾ എല്ലാവരെയും പ്രേരിപ്പിച്ചു. ഫലം നഖ്ദിറ, ഞങ്ങൾക്ക് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വഖദിറ അലൈന, അദ്ദേഹത്തിന് ഞങ്ങൾ പലതും ചെയ്യാൻ കഴിഞ്ഞു. ഫസഫഹ അന്നാ വഹാജജ അന്നാ, ഞങ്ങൾക്ക് മാപ്പ് നൽകി, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് അദ്ദേഹം ഭരണാധികാരിയുടെ മുന്നിൽ ചെല്ലുകയും ചെയ്തു. ഇബ്നു ഫദ്ലുല്ലാഹി അൽ-അംരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൈമിയ്യയുടെ സ്വഭാവ ഗുണങ്ങൾ പലതും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ധാരാളം ദാനധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ധരിച്ച വസ്ത്രത്തിൽ നിന്നൊരു ഭാഗം ഊരിയിട്ടെങ്കിലും കൊടുക്കുമായിരുന്നു എന്ന്. ഈ ലോകത്തുള്ള അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിൽ മർദ്ദിതനായി, ഒരു കാരണമില്ലാതെ അകാരണമായി വളരെ ഇടുങ്ങിയ തണുപ്പും പ്രയാസവുമുള്ള ജയിലിൽ അദ്ദേഹം കടക്കുന്ന സമയത്ത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അഖ്ബറ ഇബ്നു തൈമിയ്യ സ്വദീഖഹു വസാഹിബഹു ഫി സിജ്ൻ അഷ്ശൈഖ് അബ്ദുല്ലാഹി സുറൈ, അദ്ദേഹത്തിന്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന ഷെയ്ഖ് അബ്ദുല്ലാഹി സുറൈയോട് പറയാണ്,
ബിഅന്നഹു സാമഹ ജമീഅ അഅദാഇഹി, അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തു നിന്ന് എല്ലാ ആളുകൾക്കും മാപ്പ് നൽകി, വിട്ടുവീഴ്ച ചെയ്തു. വഹല്ല ലഹും മിൻ അദാവത്തിഹി വസബ്ബിഹി, ഇബ്നു തൈമിയ്യ ചീത്ത വിളിച്ചതിനോ അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തിയതിനോ അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തിയതിനോ മുഴുവനും പൊരുത്തപ്പെട്ടു കൊടുത്തു. എനിക്കാരുടെ ഒരു പരിഭവമില്ല, എല്ലാ ആളുകൾക്കും മാപ്പാണ് എന്ന് പറഞ്ഞ അവസാന സമയത്ത് അങ്ങനെ മഹത്തായ ഈ പറയുന്ന 2 ആയത്തുകൾ പാരായണം ചെയ്ത് കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഖത്മിന്റെ ഇടയിൽ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മഹാനായ ആ പണ്ഡിതൻ ഈ ലോകത്തിൽ നിന്ന് വിരമിക്കുകയാണ്, പിരിഞ്ഞു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഈ പണ്ഡിതന്റെയും അദ്ദേഹത്തിന്റെ മുൻഗാമികളും പിൻഗാമികളുമായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ആ മാർഗത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് മുന്നേറി അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ അവരോടുകൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെയും അവിടുത്തെ സഹാബത്തിന്റെയും അംബിയ മുസ്ലിങ്ങളോടുകൂടെ എത്തിച്ചേരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവരുടെ ഈ ആദർശ ഈ ഇൽമുകളും വിജ്ഞാനങ്ങളും ഗ്രന്ഥങ്ങളും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ശരിയായ മൻഹജിലും അഖീദയിലും മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.